നൃപനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നൃപൻ, പ്രതീക്ഷിച്ചിരുന്നോ ഇത് 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം? തീർച്ചയായും കീർത്തി, അസാധാരണമായ നടപടിയാണ്, നാടകീയമായി എന്ന് തന്നെ പറയേണ്ടി വരും. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നയപ്രഖ്യാപനം പൂർണ്ണമായി വായിക്കാതെ അവസാനത്തെ ഒരു പാരഗ്രാഫ് മാത്രം 1 മിനിറ്റ് 17 സെക്കൻഡിൽ ചുരുക്കി നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം സ്വാഭാവികമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. കാരണം സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പദ്ധതികളിൽ നിന്ന് ഫണ്ട് പൂർണ്ണമായി വെട്ടിച്ചുരുക്കുന്നു, വിഹിതം ലഭിക്കുന്നില്ല. 58,000 കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതമായി കേരളത്തിന് നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളിലുള്ള രാഷ്ട്രീയ വിമർശനം സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ സഭാ ചരിത്രത്തിൽ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗവർണർ സഭ വിട്ടുപോയി. അതിന്റെ ഒരു പ്രതിപക്ഷത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സ്പീക്കറും ക്ഷണിച്ച് അകത്തേക്ക് വരുമ്പോൾ സഭാംഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു പതിവ് ഗവർണർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇരുപക്ഷത്തെയും സഭാംഗങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഗവർണർ സ്പീക്കർക്കൊപ്പം ഡയസിലേക്ക് എത്തി. സാധാരണ അദ്ദേഹം പൂർണ്ണമായി വായിക്കും, അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ഭാഗങ്ങൾ വായിക്കാതിരിക്കും എന്ന തരത്തിലുള്ള വിമർശനം വരാൻ സാധ്യതയുണ്ടായിരുന്നു. അതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷെ അപ്രതീക്ഷിതമായി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മുഖവിര തുടങ്ങി. അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ഗവർണർ അപ്രതീക്ഷിതമായ അവസാന പാരഗ്രാഫില് താൻ കടക്കുകയാണ് എന്ന് പറയുന്നു, മുഖവിരയായി പറയുന്നു. അതിനുശേഷം അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് മാത്രം സർക്കാരിന്റെ നയപ്രഖ്യാപനം പൂർത്തിയാക്കി ഗവർണർ കടന്നു പോയി. സഭയിൽ നിന്ന് ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഇപ്പോൾ തന്നെ സഭാ റിപ്പോർട്ടിംഗിന്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. സാധാരണ മാധ്യമ പ്രവർത്തകർ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇതിൽ കേന്ദ്രത്തിനെതിരെയുള്ള പരാമർശം ഗവർണർ ഒഴിവാക്കുമോ എന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ഈ പറഞ്ഞ നയപ്രഖ്യാപനത്തിനെ പൂർണ്ണമായി വായിക്കുന്നു എന്ന കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നാടകീയമായ രംഗം തന്നെയാണ് ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായത്. 15ാം നിയമസഭയുടെ 10ാം സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനത്തിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കേണ്ട ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ചില്ല എന്നതാണ്. നേരത്തെ ഞാൻ മുഖവരെ സൂചിപ്പിച്ചതുപോലെ ഈ നയപ്രഖ്യാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗവർണറെ സ്വീകരിക്കുക മുഖ്യമന്ത്രി, സ്പീക്കറും ഒപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്നാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂറ്റത്തുകൾ നൽകി സ്വീകരിച്ചു. അകത്തേക്ക് കടന്നു വന്ന ഗവർണർ സാധാരണ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അങ്ങനെ അഭിവാദ്യം ചെയ്യുക സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ ഇരുഭാഗവും നേക്കാൻ നേരെ ഗവർണർ സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു. അതിനുശേഷം നയപ്രഖ്യാപനം വായിക്കാൻ പോവുകയാണ് എന്ന മുഖവര ആദരണീയായ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആദരണീയായ സ്പീക്കർ എന്ന മുഖവരയോടുകൂടി ആരംഭിച്ചു. ഞാൻ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് ഗവർണർ കടന്നത്. അതിനുശേഷം അവസാന പാരഗ്രാഫ് കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം അദ്ദേഹം വായിച്ച് പൂർത്തിയാക്കി. നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കിയ സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്.